ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ വീഡിയോസ് റെസനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ഓപ്പൺ ആണ്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അവിടുത്തെ വീഡിയോസ് ഇവിടെ ഷെയർ ആവാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സിറ്റുവേഷന് വേണ്ടിയിട്ട് എക്സ്ട്രാ മെസ്സേജസ് അവിടെയും കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഔട്ട്കം, ഈ റിലേഷൻഷിപ്പിൻ്റെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ കാണുക. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി ലിയോയ്ക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് 10 of swords. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് ലവേഴ്സ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ടാണ് ടെമ്പറൻസ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 4 of wands. ഇൻറ്റൻഷൻ ഇവിടെ നിങ്ങളുടെ ക്വീൻ ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ പേജ് ഓഫ് swords. ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നത് 4 of cups. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ഹെർമിറ്റ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ലിയോ, ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് സിറ്റുവേഷൻ കുറേ സ്റ്റാഗ്നൻ്റ് ആണ്. ആക്ച്വലി കുറേ സ്ലോ മൂവിങ് എനർജിയാണ്. ഒന്നും അങ്ങനെ ഒരു ആക്ഷനൊന്നുമില്ല. എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യണത്. 8 of Pentacles കരിയർ കാർഡാണ് അത്. അപ്പോൾ നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. നൈറ്റ് ഓഫ് വാൻസ്, ഇവിടെ കുറേ ഇൻ ആൻഡ് ഔട്ട് എനർജി കാണാണ്ട്. നിങ്ങൾക്ക് ട്രാവൽൻ്റെ ജോബാണ് വെച്ചാൽ അതുകൊണ്ടും ഇവിടെ ഞാൻ ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു എനർജി ഉണ്ട്. അതുമാത്രമല്ല, ഈ സിറ്റുവേഷനിലൊരു സ്ഥിരത ഇല്ല. പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ ചില വേറെ ആൾക്കാർ ഇൻവോൾവ് ആണ്. അതല്ല വെച്ചാൽ ഇവിടെ ഒരു അൺസ്റ്റേബിൾ എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 10 of swords ആണ്. ഇവർ ആക്ച്വലി കുറേ ബിട്രേഡായി ഫീൽ ചെയ്യണു. അവർക്ക് എന്തോ ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ട് ഇവിടെ. 9 of swords, കുറേ സ്ട്രെസ് ഉണ്ട്, കുറേ ഓവർ തിങ്ക് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഈ സിറ്റുവേഷനിൽ അവർക്കൊരു ലോസ് ആയിട്ടാണ് തോന്നുന്നത്. ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ അവർക്ക് ഹോപ്പില്ല. നിങ്ങളെ രണ്ടാളുടെയും സിറ്റുവേഷൻ ലവേഴ്സാണ്. ഇതൊരു സ്ട്രോങ് സോൾമേറ്റ് കണക്ഷനാണ്, ജെമിനായി എനർജി. പക്ഷേ ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾ രണ്ടാൾക്കും. മെജിഷ്യൻ, ജെമിനായി എനർജി ആദ്യം. 6 of cups, നിങ്ങൾ രണ്ടാളും ഒരു റീകൺസിലിയേഷനാണ് മാനിഫെസ്റ്റ് ചെയ്യണത്. ഓക്കെ, ഈ പേഴ്സൺ എത്രയും ബിട്രേഡായി ഫീൽ ചെയ്യണതും നിങ്ങളെ മിസ് ചെയ്യണതും നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും തമ്മിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഉണ്ടായാലും അവർക്ക് ഒരു റീകൺസിലിയേഷൻ ഇവിടെ വേണം. ആൻഡ് നിങ്ങളും അതുതന്നെയാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യണത്. എന്നുവെച്ചാൽ രണ്ടാളുടെയും സിറ്റുവേഷനിൽ ഒരു മാനിഫെസ്റ്റേഷൻ ഞാൻ കാണുന്നുണ്ട് റീകൺസിലിയേഷൻ്റെ. അപ്പോൾ ടെമ്പറൻസ് ആണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ ഹീൽ ചെയ്യണം എന്നുണ്ട്. ഈ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാച്ചാൽ അതൊന്ന് ശരിയാക്കി ഈ റിലേഷൻഷിപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നുണ്ട്. ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഡെത്ത്, സ്കോർപ്പിയോ എനർജി. 7 of Cups ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ്.
സാജിറ്റേറിയസ് എനർജിയാണ് ടെമ്പറൻസ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. മേ ബി നിങ്ങളുടെ സൈഡിലും ആയിരിക്കാം ലിയോ, ഇത് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഷുവർ ആയിരുന്നില്ല ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അതുകൊണ്ട് ഈ പേഴ്സൺ കുറേ ബിട്രേഡായി ഫീൽ ചെയ്യണു. ഓക്കെ, പക്ഷേ ഞാനിവിടെ ഓപ്ഷൻസ് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേബിൾ ഫ്രണ്ട്ഷിപ്പ് വേണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 of Wands ആണ്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് വേണം, അത് അവർ ഷുവറാണ്. പറഞ്ഞാൽ അതിൽ കൺഫ്യൂഷനൊന്നുമില്ല. നിങ്ങളുടെ സൈഡിൽ പക്ഷേ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വേണം. അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ വേണമെച്ചാൽ നോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ ഷുവർ അല്ല. പക്ഷേ ഈ പേഴ്സൺ കുറേ ഷുവറാണ്. അവർക്ക് ഇവിടെ റെന്യൂവൽ വേണം എന്നുണ്ട്, റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റെബിലിറ്റി വേണം, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം, ഒരു കമ്മിറ്റ്മെൻറ്റാണ് അവർക്ക് വേണ്ടത്. അപ്പം നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ആണ്. ക്വീൻ ഓഫ് കപ്സ് ഒരു ലവിങ് പേഴ്സൻ്റെ എനർജിയാണ്, ഇമോഷണൽ പേഴ്സൻ്റെ എനർജിയാണ്. ഈ പേഴ്സൺ ഒരു വാട്ടർ സൈൻ ആയിരിക്കാം, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ നിങ്ങളെ കുറേ ലവ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ എവിടെയോ ഈ കമ്മിറ്റ്മെൻറ്റ് പറയുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഷുവർ അല്ല. നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഷുവർ അല്ല. നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷനാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ പേജ് ഓഫ് സോഡ്സ്. അപ്പോൾ അവർ വെയിറ്റ് ആണ് ചെയ്യണത്. നിങ്ങളുടെ സോഷ്യൽ മീഡിയനെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അവർ വെയിറ്റ് ചെയ്യണു നിങ്ങളുടെ ആൻസറിന് വേണ്ടിയിട്ട്. ഏസ് ഓഫ് വാൻസ്. അവർ ഈ സമയത്ത് കുറേ സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്, കുറേ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യണം. അവർക്ക് ആക്ഷൻ എടുക്കണം എന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്, റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്, കുറേ പാഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ നിങ്ങൾ ഷുവർ അല്ല. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷനിൽ 4 of Cups ആണ്. നിങ്ങളുടെ സൈഡിൽ ഞാനൊരു ഒട്ടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത എനർജിയാണ് കാണുന്നത്. അപ്പോൾ എവിടെയോ നിങ്ങളുടെ സൈഡിൽ നിന്ന് ആക്ഷൻ ഇല്ല. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല. ഇവിടെ സ്ട്രെങ്ത് ലിയോ എനർജിയാണ് നിങ്ങളുടെ തന്നെ എനർജി. ആൻഡ് ഇവിടെ 10 of Cups. അപ്പോൾ എവിടെയോ ലിയോ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് ഫിയർ ഉണ്ടാവും. എന്നുവെച്ചാൽ ഇവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൻ്റെ തോട്ട് വരുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ ഇത്രയും ഒരു പേടി വരണത്. എന്തോ ഒരു ഫിയർ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ഹേർമിറ്റാണ്. അവരും ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല. അവിടെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണേ. ഹേർമിറ്റ് വെർഗോ എനർജി. അവർ അവരുടെ ഫീലിങ്സ് മുമ്പേയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അവർ ആക്ഷൻ ഒന്നും എടുക്കാൻ പോകുന്നില്ല. കുറേ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, കുറേ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്. അത് നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കാത്തതുകൊണ്ട് അവർക്ക് കുറേ വിഷമമുണ്ട്. അതുകൊണ്ട് ഔട്ട്കം ഏസ് ഓഫ് കപ്സ്. ഔട്ട്കം പക്ഷേ ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ പുതിയ ബിഗിനിങ് എന്താണ്? ഏസ് ഓഫ് കപ്സ്, ഹൈറോഫാണ്ട്. ഇവിടെ ടോറസ് എനർജി ഉണ്ട്, മാരേജിൻ്റെ കാർഡുണ്ട്, 2 of Pentacles. ഈ പേഴ്സൺ നിങ്ങളെ മാരേജിന് വേണ്ടിയിട്ടായിരിക്കും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോയ്സ് ഉണ്ടാക്കാണ്ട്. ആൻഡ് ഈ ചോയ്സ് നിങ്ങൾക്കാണ് എടുക്കേണ്ട ലിയോ. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് കുറേ ക്ലാരിറ്റിയാണ്. നിങ്ങളുടെ സൈഡിൽ നിന്നാണ് കുറച്ചൊരു സംശയമുള്ളത്. പക്ഷേ ആ ചോയ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് ഒരു ക്ലിയർ ചോയ്സും ഇവിടെ കാണാനില്ല. എന്നുവെച്ചാൽ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഈ പേഴ്സണിൽ ഇൻട്രസ്റ്റഡ് അല്ല വെച്ചാൽ ചിലപ്പോൾ ഇതിനെ ഈ പ്രപ്പോസലിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്യായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് സെക്കൻഡ് തോട്ട്സ് ഉണ്ട് വെച്ചാൽ ചിലപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യാനും വഴിയുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ മാരേജിൻ്റെ കാർഡുണ്ട്. അപ്പോൾ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജ്? ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ലിയോ മുമ്പേയും റിലേഷൻഷിപ്സ് ഉണ്ടായപ്പോൾ അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറേ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവണേ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആദ്യം ആ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യണം എന്നില്ല. അതുകൊണ്ട് കുറേ നിങ്ങൾ സംശയിക്കണോ അത് വർക്കൗട്ട് ചെയ്യോ, ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആണോ, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത് പാസ്റ്റിനെ ഹീൽ ചെയ്യുക ആൻഡ് ലവ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, ഫോർഗിവിങ് ആൻഡ് ലേണിംഗ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ വെർഗോ, ലിയോ, കുറേ വാട്ടർ സൈൻസ് ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ, ടോറസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ്. ജെമിനായി ഉണ്ട്.
അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.